നമ്മുടെ സല്ലുവിന്റെ റൂമിൽ ഒരു സീക്രട്ട് റൂം ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഓൾറെഡി സെല്ലിന്റെ റൂമാണ്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ വേറൊരു രഹസ്യ റൂം പോലെ റൂമിന്റെ റായും രഹസ്യ അങ്ങനെ കൂടി പോയതാണ്. രഹസ്യ റൂം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് സല്ലുവിന്റെ റൂമാണ്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ രഹസ്യ റൂം ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ സല്ലുവിന്റെ റൂമും അപ്പുറത്തെ സൈഡിൽ ഞങ്ങളുടെ രഹസ്യ റൂം. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടില്ലേ, ചില വാർഡ്രോബ് തുറക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരു റൂം, പിന്നെ ചില റൂമിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് താഴെ ഇങ്ങനെ തുറക്കുമ്പോ അണ്ടർഗ്രൗണ്ടിൽ ഒരു റൂം. പോകുമ്പോ ഒരു വ്യത്യസ്ത ഒച്ച കേട്ടിട്ട് വാതിൽ തുറന്നോക്കുമ്പോ ആ സെറ്റപ്പ് ഒന്നും നമുക്ക് ഇവിടെ പറ്റൂലെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ കേറി വന്നിട്ട് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ റൂമാക്കി മാറ്റാൻ പോവാണ് guys. ഈ റൂം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള, അതെ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതെ, അങ്ങനെ എല്ലാം ഉള്ള ഒരു ഭംഗിയുള്ള ഒരു കുഞ്ഞു സീക്രട്ട് റൂം ആക്കി മാറ്റാൻ പോവുകയാണ്. ഇത്രയും സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിൽ. അതെ, ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ വെച്ചാൽ ആകെ എത്ര സ്പേസേ ഉള്ളൂ? ഇതിവിടെ ഇത്രയേ ഉള്ളൂ, ആകെ എത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഞങ്ങളുടെ ലോകം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആ, കാരണം ഇങ്ങനെ ഒരു കുഞ്ഞു റൂമിൽ ഇങ്ങനെ ചെയ്തെടുക്കാന്ന് പറയുന്നത് ഭയങ്കര ഫാന്റസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അതിനുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കണ്ട ഗൈസ്, ഇവിടെ ഫുള്ള് ക്യൂട്ട് ആയിട്ടുള്ള പല കളറിലുള്ള സാധനങ്ങളാണ് ഉള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റൂം എങ്ങനെയാ വരാൻ പോകുന്നത്. ഇത് മൊത്തം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റൂം അടിപൊളി ആക്കി എടുക്കണം. അപ്പൊ ആദ്യത്തെ പണി ഈ റൂമും ആ റൂമും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ച് മറച്ചിട്ട് വേണം ഈ റൂം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ. ഈ സീക്രട്ട് റൂമിൽ നമ്മൾ നിന്നാല് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. സല്ലു ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണാം. ചിലപ്പോ അവൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. അവന്റെ ചെയറാണ് ഇത് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേക കാര്യം എന്താ വെച്ചാൽ ബാത്റൂം പോകണമെങ്കിൽ സല്ലു ഞങ്ങളോട് അനുവാദം കൂടെ കടന്നിട്ടേ ബാത്റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ബാത്റൂം വരുന്നത്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ മറക്കും ഗൈസ്. ഈ ബാത്റൂം ഇനിയിപ്പോ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ഇവിടെ റൂം ഉണ്ടാക്കാണല്ലോ. റൂമിന്റെ ഇടയിൽ കൂടെ കയറി ബാത്റൂമിൽ പോകാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇതൊരു വീട് പോലെ തന്നെ ആക്കിയെടുക്കും. അപ്പൊ ഇതൊക്കെ മറിച്ചിട്ട് ഇനി ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൽ എന്റെ റൂമിൽ ദൗദാര്യം തരാം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ റൂമിന് വാതിൽ വെക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മളുടെ റൂം നമ്മളുടേതായിട്ട് മാറ്റിയെടുക്കണം. ആദ്യം അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഹുക്ക് ഒട്ടിച്ചു. അതെ, ഇവിടെ കൃത്യമായിട്ട് നമ്മളിത് ഇങ്ങനെ ഈ ഹുക്ക് ഒട്ടിക്കും. ഇവിടെ ഒട്ടിക്കല്ലേ? ആയിരിക്കും. ഇതിവിടെ അതൊരു 10 മിനിറ്റ് ആയിട്ട് അതിന്റെ മുകളിൽ ഇത് വെക്കാൻ പാടുള്ളൂ. കുറച്ചുകൂടെ ഇങ്ങോട്ട് ലെഫ്റ്റോ ഒട്ടിക്കട്ടെ? ഗൈസ്, ഞങ്ങളുടെ സീക്രട്ട് റൂമിന് വാതിൽ വെക്കാൻ പോവാണ്. ഇത് നിന്റെ റൂം. മറ്റേ വീടൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ സന്തോഷമില്ലേ? അങ്ങനെ ഗൈസ്, നമ്മുടെ സീക്രട്ട് റൂമിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അഞ്ചിയ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങള് ലൈറ്റ് വന്നു ഗൈസ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്ലാനിങ് എങ്ങനെയാ വരുന്നത് വെച്ചാല് ഈ ഒരു സൈഡിലായിട്ടാണ് ബെഡ് വിചാരിക്കുന്നത് കേട്ടോ. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് എപ്പോഴും കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ആ ഒരു സൈഡിൽ ചെയ്യണം. പിന്നെ ഈ ബാത്റൂമിന്റെ ഡോർ നമുക്കൊന്ന് മറക്കണം. ഈ ഡോറിന്റെ ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് മറക്കണം. അതായത് ഇതിങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് തോന്നരുത്, ആ രീതിയിൽ മറക്കണം. പിന്നെ നമുക്ക് നിലം മൊത്തം എന്തെങ്കിലും ക്ലോത്തോ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ഫുൾ നീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അതിന്റെ മുകളിലായിരിക്കും നമ്മൾ ബെഡും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഞങ്ങളുടെ നില എന്ന് പറയുന്നത് ഒരു റെയിൻബോ കളർ നില. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നില. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോർ വിരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുകൊണ്ട് ഈ ഫ്ലോർ കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആവൂല. ശ്രീ എടുത്തു കൊണ്ടെന്നാണ്. അതെ, ഭംഗിയുള്ള നല്ല ഭംഗിയില്ലേ മറക്കാനുള്ള സാധനം. ഈ ഒരു സൈഡും, അതായത് ഈ ബെഡ് വെക്കാനുള്ള ഭാഗം ഒഴികെയുള്ള ഭാഗത്ത് നമുക്ക് അത് വെക്കാം. ബെഡ് വെച്ചിട്ട് ബാക്കി ആലോചിക്കാം അല്ലേ? അതായിരിക്കും നല്ല. അപ്പൊ ബെഡ് വെക്കുന്ന സ്ഥലത്ത് എന്തായാലും നമുക്ക് നിലമായിട്ട് ഇത് വരുന്നില്ലല്ലോ. അപ്പൊ അതല്ലാത്ത ഭാഗത്ത് ഇത് വിരിക്കാം ആദ്യം. ഗൈസ്, നമ്മുടെ സീക്രട്ട് റൂമിലെ ബെഡ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ ബെഡ് നല്ല ഭംഗിയുള്ള റെയിൻബോ കളറിലുള്ള
സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ഗൈസ്. ഇതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് അടിയൊരു സംഭവം. നമ്മൾ ആദ്യം വിചാരിച്ച ഇതിങ്ങനെ ഫ്ലോർ ആക്കാന്നേനു, പക്ഷെ ഇത് ഇങ്ങനെ വെച്ചപ്പോ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത് ഇവിടെ വെച്ച് ഇത് ഇങ്ങനെ തന്നെ വെക്കാൻ നമ്മൾ വിചാരിച്ചു. ഇതിപ്പോ നോർമൽ നമ്മുടെ ബെഡില്ലേ, അതിനും കൂടെ ചുരുട്ടി കൂട്ടി ഒറ്റ സൈഡിൽ ബെഡാക്കി വെച്ചതാണ്. ഇനിയിപ്പോ നമുക്ക് ബാക്കി സൈഡിലേക്ക് ആ സൈഡില് ഫുഡിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഫുഡിന്റെ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ നമുക്ക് ഫ്ലോർ വിരിക്കാനുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ഗൈസ്. അടുത്ത നമുക്ക് ഈ ബാത്റൂമിന്റെ സൈഡ് ഇവിടെ ഇങ്ങനെ കർട്ടൻ ഇടും കേട്ടോ. ഇതിപ്പോ കർട്ടൻ ഇട്ടിട്ടില്ല, നമ്മൾ സ്റ്റിക്ക് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. ഏകദേശം അളവിന് വേണ്ടി അവിടെ അങ്ങനെ വെച്ചതാ. ഇതിപ്പോ ആ ബാത്റൂമും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടുള്ള നീട്ടിട്ടാട്ടോ വെച്ചത്. അപ്പൊ കർട്ടൻ അങ്ങനെ ഇട്ടപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. അതിന്റെ താഴെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ഒരു റൂം പോലെ തന്നെ. നമ്മളിത് ഈ വാള് മറിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റൂം വരുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് ഭാഗത്തും കർട്ടനായി. ഇപ്പൊ പിന്നെ താഴെ നമ്മളൊരു ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടി. താഴെ ഇങ്ങനെ കാണാൻ എന്ത് രസാ. അവിടെ ആ ഒരു ചെടിയും വന്ന്, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു ബെഡ് വന്ന്. ഇനി നമുക്ക് ഇവിടെ വേറെ കുറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ കുറെ പച്ചപ്പൊക്കെ വരാല്ലേ. ഇതാണ് ഇതിന്റെ പുതിയൊരു സാധനമായിട്ട് ഞാൻ റൂമിലേക്ക് വേണ്ടി വാങ്ങിച്ച സാധനമാണ്. അപ്പൊ ഇവിടുന്ന് ഉദ്ഘാടനം ചെയ്യാം. ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ മതിലിന്റെ മുകളിൽ തൂക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ആ ഉക്കിന്റെ മുകളിൽ തൂക്കിയാലോ? അവിടെ അവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ കർട്ടന്റെ മുകളിലൊക്കെ നമുക്ക് തൂക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഈ കോർണറിലൊക്കെ വരണം. നല്ല ഭംഗി, നല്ല രസമുണ്ട്. ആദ്യം നമുക്ക് ഈ സാധനം ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. ഹൈറ്റ് മതിയോ? അത്ര ഹൈറ്റ് കുറച്ചും കൂടെ എത്തുകയാണെങ്കിൽ ഒട്ടിച്ചു. അവിടുന്ന് ഒന്ന് നമുക്ക് അങ്ങനെ തൂങ്ങിയെടുത്ത് ആ ഷാമി വീഴുന്ന ആരും പിടിക്കൂല അല്ലെ ഷാമി? നോക്കി നിൽക്കും. എന്നിട്ട് ഒരു ലെയർ ഇവിടെ തൂങ്ങി കിടന്നോട്ടെ, ഒരു ലെയർ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, ഒരു ലെയർ ഇങ്ങോട്ട് കൊടുക്കാം. ഷാമിക്ക് ഇത് റൂമിലേക്ക് ഇനി കിട്ടുമോ? ഇല്ലയോ? കാത്തിരുന്ന് കാണാം. ഹായ്, ഇതിപ്പോ ഒരു കാട് പോലെ ഒരു ഫീൽ ഉണ്ടല്ലോ. നല്ല നല്ല രസമുണ്ട്. മത്തന്റെ ഇല പോലെ ഉണ്ട്. അതിങ്ങനെ നമുക്ക് തൂക്കിട്ടെ അതിന്റെ അടിയിൽ നമ്മൾ ഇരുന്നാലോ? അത് രസം. അതാ ഞാൻ പറയുന്നത്. എന്നിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു ആർച്ച് പോലെ. എനിക്ക് താല്പര്യമില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഈ വോളിന്റെ മുകളിൽ ചെയ്ത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഇങ്ങനെയാണോ? ആ ഒരു കൂടാരം പോലെ. ഓൾറെഡി ഈ റൂം നമുക്കൊരു കൂടാരാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സെന്ററിലേക്ക്. ആ അതന്നെ. ഈ കോർണർ ഇവിടെയും അതിന്റെ ബാക്കി കർട്ടൻ മുകളിലേക്ക് അപ്പൊ രസം ഉണ്ടാവും. ഇവിടെ മതിയോ? അത്ര ഹൈറ്റ് പോകണം. ആ പൊയ്യോ മതി മതി മതി. ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇതിന്റെ ബാക്കി ബാലൻസ് ഇല്ല. എങ്ങനെ ആ റോഡിന്റെ ഉള്ളിൽ തിരികെ വെച്ച് അത് തൂക്കിട്ടോ. അതല്ല അതിന്റെ ഭംഗി. അങ്ങനെ നമ്മുടെ പച്ചപ്പ് ഇവിടെ റെഡി. നമുക്ക് അടുത്ത ഇനി കൂടി കണക്ഷൻ കൊടുക്കാം. അതാകുമ്പോ നമുക്ക് ലൈറ്റ് ഒക്കെ വെക്കാം. തീരുമാനിച്ച് നിൽക്കാതെ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ഇനി ഫെയറി ലൈറ്റ്സ് വെക്കണം. അപ്പൊ അത് തന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞങ്ങളെ ലൈറ്റ് ഇൻവിസിബിൾ ആണ്. ഓഫ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്തൊക്കെ ഈ ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ഇവിടേക്ക് കണക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കത്തി പോവേ. നല്ല രസമുണ്ട്. നല്ല ഭംഗിയിട്ട് കുഞ്ഞു കുഞ്ഞിങ്ങനെ ഭയങ്കര മിന്നാമിനിങ് പോലത്തെ വെളിച്ചം. അതെ. അപ്പൊ ഇത് നമുക്ക് ഫുൾ ഇങ്ങനെ വാളിന്റെ മുകളിൽ സെറ്റ് ചെയ്തെടുക്കാം. ഈ ലൈറ്റ്സും ഈ ബെഡും ലീഫും കൂടെ കാണാൻ എന്ത് രസം. ആദ്യം നമുക്ക് ഓരോ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം ഒട്ടിക്കാന്. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്ലഗ് ഇവിടെ വേണം. ഇൻസുലേഷൻ എടുത്ത് വരൂ. ഇത് നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇത്ര ഹൈറ്റ് മതി. കാരണം നമ്മള് ഭൂരിഭാഗം ഇരിക്കൊക്കെ ആയിരിക്കല്ലോ. ഇത് കെട്ടി കൊടുക്കോ? അല്ല, ഈ ഇത് എടുത്തോ. ആ കെട്ടി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കഴിക്കാം. എടാ അവിടെ ഈ വെളിച്ചം വന്നപ്പോ തന്നെ എന്ത് രസം അറിയോ? ഈ വെളിച്ചം മതി നമുക്ക്. മറ്റേത് ഭയങ്കര ബ്രൈറ്റ് അല്ലേ? അത് ഇനിയിപ്പോ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ടാ മതി മറ്റേ ബൾബ്. ഇതിപ്പോ ഞാൻ ഏത് ഇങ്ങനെ 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 പോണോ അല്ലെങ്കിൽ ഇങ്ങനെ 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 പോണോ? ഇങ്ങനെ 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 എങ്ങനെ ഇവിടെ വരെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നിട്ട് നമുക്കിവിടെ കുക്കിംഗ് പോലെ എന്താ ചെയ്യാണ്ടാവും. അപ്പൊ അത്രയും താഴ്ത്തണ്ട, കുറച്ചുകൂടെ പൊക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ സല്ലും ഞെട്ടിട്ടോ. കാര്യം എന്താ അറിയോ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റൂം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കുക പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ സാധനങ്ങൾ വെച്ചപ്പോ ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള പോലെ എന്തോ ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും വെക്കല്ലോ. അവന്റെ മെയിൻ ബാറ്റ് വെക്കും, പിന്നെ എന്താണ് വേസ്റ്റിന്റെ ഒരു ബിന്ന് വെക്കും. ഇവിടെ വേസ്റ്റിന്റെ ഒരു ബിന്ന്
വെക്കും. പിന്നെ അലക്കാനുള്ള സാധനങ്ങളുടെ ബാസ്കറ്റ് ഇല്ലേ, പക്ഷെ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയപ്പോ എന്തൊരു എസ്തെറ്റിക്കാലേ. വേണമെങ്കിൽ സലൂൺ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യാല്ലേ. അതെ, ഞങ്ങക്ക് ഇടയ്ക്ക് അക്കോമഡേഷൻ തന്നാ മതി. ഗൈസ് ഇത് കണ്ടോ, ഈ ലൈറ്റും ഈ പച്ചപ്പും ഒക്കെ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്ക്, നല്ല രസമുണ്ട്. ഇതുണ്ടോ? നല്ല ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല സ്പേസ് ഉള്ള ഒരു റൂമിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കോഫി കുടിക്കുന്നതും നല്ല മാഗി ഒക്കെ കഴിക്കുന്ന ആലോചിച്ചോക്ക്. സ്പെഷ്യൽ കോഫി ഒക്കെ ഉണ്ടാക്കി തരാൻ പറയണേ. ആ ശ്രീന്റെ കോഫീനെ പറ്റിട്ട് ഓളന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഈ എന്താ പറയാ, നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിൽ നല്ല ബെസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ സംഭവം അറിയോ, ഞാൻ ഈ മിൽക്ക് പൗഡർ വെച്ചിട്ടുണ്ടാക്കുന്നത് അതാണ് ഉണ്ടാക്കി തന്നത്. ഓക്കെ ഗൈസ്, നമ്മള് കുറച്ച് പോസ്റ്റേഴ്സ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റൂമിലേക്ക് മേടിച്ചതിന്റെ ബാക്കിയുള്ളതാണ്. അപ്പൊ നേരെ കൊണ്ടുവന്നിട്ട് നമ്മളിത് ഈ വോളാണ് നമ്മുടെ മെയിൻ വോള്. അപ്പൊ ഈ വോളില് മൊത്തം ഈ പോസ്റ്റേഴ്സ് വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ തന്നെ ഇത് പകുതി ഒരു പിൻട്രസ്റ്റ് റൂം പോലെ ആയിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയാ, ഈവനിങ് ടൈമിലുള്ള ആ ഒരു അങ്ങനെയൊക്കെ നമ്മൾ കാണൂലേ, ആ ഒരു വെളിച്ചും ആ ഒരു ഭംഗിയൊക്കെ ഉള്ള റൂം പോലെ ആയിട്ട് ഇനി ഇതൊക്കെ ഒട്ടിച്ച് വരുന്ന സമയത്ത് കൂടുതൽ ഭംഗിയാവും. പശു പിങ്ക് പശു, അത് സ്ട്രോബെറി കമ്മലൊക്കെ ഇട്ടത്. ആ ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. കാരണം ഇവിടെ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്. ഫസ്റ്റ് അവിടെ തന്നെ ഒട്ടിച്ചത്. ഇവിടെ ഒന്ന് ഒട്ടിക്കാം അല്ലേ? ആ ഊ ലാല ഇവിടെ ഒട്ടിക്കട്ടെ. ആ അടുത്തത് ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വെക്കാം. നമ്മള് ബെഡ് ഇറങ്ങിയിട്ട് സൈഡിൽ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ വെക്കാം. അതെ. അടുത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ ഓരോന്ന് വെച്ചോളൂ. ടുലിപ്പിന്റെ കപ്പാണ്. അതെ, ഇത് ഹാർട്ടിന്റെ കപ്പ്. സ്ട്രോബെറി ഇതെന്താ മറ്റേ ഫ്ലാസ്ക് പോലത്തെ എന്തോ ഒരു സംഭവം. ഇതിങ്ങനെ പൊളിച്ചോണ്ട് ഞാൻ തോന്നുന്നു. അതെ, എന്താ പറയാ, ഓർഡറിൽ വെക്കുക. നമുക്ക് 3 പേർക്കുള്ള 3 കപ്പ്, പിന്നെ 4 സോസർ, ഒരു ഫ്ലാസ്ക്. ഗൈസ്, നമുക്ക് ഈ റൂമിൽ വെക്കാൻ വേണ്ടി ഒരു കുഞ്ഞു മെഴുകുതിരി ഉണ്ട്. LED മെഴുകുതിരി ഇടുന്നു. നല്ല ഭംഗിയുള്ള മെഴുകുതിരി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതൊക്കെ കത്തിക്കാൻ തോന്നും, പക്ഷെ ഇത് കത്തിക്കാൻ പറ്റില്ല. അതെവിടെയാ വെക്കുക? ഇത് നമുക്ക് ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഇല്ലേ? പക്ഷെ ഗൈസ് ഇപ്പൊ ഇങ്ങനെയാണ്. അയ്യോ എന്ത് രസം കാണാൻ, നല്ല ഭംഗിയുണ്ടത്. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. ഇത് ഇവിടെ നമ്മൾ ആ മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പറഞ്ഞ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ സ്ഥിരാക്കിയല്ലോ. നല്ല രസം, ഇത്ര ഭംഗി കുഞ്ഞു സ്പേസിൽ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇതിപ്പോ നിങ്ങൾക്കാണെങ്കിലും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ റൂമിൽ തന്നെ വേറൊരു നമുക്കായിട്ട് ഒരു കുഞ്ഞു സ്പേസ് ഫുൾ റൂം ആക്കി എടുക്കാൻ പറ്റാത്തവരുണ്ടാവില്ലേ. അപ്പൊ ഓരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ സ്പേസ് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് സമാധാനത്തിൽ ഇരിക്കാന്നറിയാം. ഇപ്പൊ ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ഇരിക്കാൻ തോന്നില്ല. അടുത്തത് ഗൈസ്, അയ്യോ കുടുങ്ങിപ്പോയി. ഇതെന്തിനാ തന്നത് മനസ്സിലായോ? ആ അതന്നെ, നമ്മളെല്ലാരും കൂടി ചെയ്തല്ലേ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അതിന്റെ ഒന്നും കൂടി ഉണ്ട്. ആ അതും കൂടി എടുത്തരാം. ഹായ്, അതും ഒക്കെ അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ വെക്കാലോ. ഇത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സാധനമാണ്. എന്തായാലും ഇതിന്റെ അടുത്ത പീസും കൂടെ എടുത്തോണ്ട് വന്നിട്ട് കറക്റ്റ് എങ്ങനെയാ വെക്കാന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വേറെ ഇവിടേക്കൊക്കെ സ്റ്റാൻഡ് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ ആക്കാലോ. അടുത്തത്
ഇത് മൊത്തം പർപ്പിൾ സ്റ്റാൻഡ് ആക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ മടി കാരണം ഞാൻ പകുതി ഒട്ടിച്ചോളൂ, ബാക്കി പകുതി ഒട്ടിച്ചില്ല. അതിനോട് 2 കളറായിരിക്കും. ഓ ഇതിപ്പോ ഇങ്ങനെയാണ് ഈ സെറ്റ് ആക്കി വെച്ചിട്ടുള്ള സാധനം. ഓക്കെ, ഇതാണ് ഭംഗി. ഇങ്ങനെ വെക്കുമ്പോഴാണ് കറക്റ്റ് സ്റ്റാൻഡ് പോലെ ഫീൽ ചെയ്യുന്നത്, പോലെ. അപ്പൊ ഇത് ഇങ്ങനെ ആക്കാം, എന്നിട്ട് ഈ പവർ ഇതിന്റെ അടിയിൽ വന്നോട്ടെ. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് കെറ്റിലൊക്കെ വെക്കാം. ഇതിന്റെ മുകളിൽ നമുക്ക് കെറ്റില് വെച്ച് ഇവിടെ കെറ്റില് വെക്കാം. ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങൾ വെക്കാം. പിന്നെ ഫുഡിന്റെ സാധനം ഇവിടെ വെക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. അത് നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് ചെയ്യാം. എനിക്ക് എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ടുള്ള ഡൗട്ടാ. 3 പേരും കൂടി എങ്ങനെ ഇവിടെ കിടന്നിറങ്ങാ? മിനി റൂമിൽ ഇരുന്നില്ലായിരുന്നു. 2 പേര് കിടന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ തന്നെ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതും പറ്റൂല. പക്ഷെ നല്ല രസമല്ലേ? പക്ഷെ ഇങ്ങനത്തെ ഒരു റൂമിൽ എങ്ങനെ വേണമെങ്കിൽ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കും. സ്ത്രീക്ക് കെറ്റില്ലാതൊരു ജീവിതമില്ല. കെറ്റിലിന്റെ ഈ സംഭവം നമ്മളിവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ കെറ്റിൽ വെക്കാം, എന്നിട്ട് പ്ലഗ് നമുക്ക് അടി കൂടെ അങ്ങനെ കുത്താനുള്ള രീതിയിൽ അടിയിലേക്ക് ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരുവിധം പണികളൊക്കെ കഴിക്കില്ലേ ഈ റൂമിൽ? കുഞ്ഞു റൂം ആവുമ്പോ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പണിയും തീരും. ഈ ട്രേ നമുക്ക് ഇവിടെ വെക്കാം. ഫുഡോ നമുക്ക് എക്സ്ട്രാ പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രേയിൽ അങ്ങനെ വെക്കാം. ഈ ഒരു ഭാഗം നമ്മൾ സെറ്റ് ആക്കി, ഇവിടെ മുതൽ ഇങ്ങനെ ഇവിടെ വരെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രാഫ്റ്റ് നമുക്ക് എന്തെങ്കിലും എഴുതാനോ കുത്താനോ വരെയോ അങ്ങനത്തെ സാധനങ്ങൾ, അതിന് കുറച്ച് ബുക്സ് ഇവിടെ ഉണ്ട്. നമ്മൾ അടുത്തത് ഇനി ഒരു ക്രാഫ്റ്റിന്റെ ഏരിയ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ കൊണ്ടുവച്ചിട്ട്, ഈ ബോക്സ് ഇങ്ങനത്തെ വെച്ചാൽ ബോറല്ലേ, അപ്പൊ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് ടേബിൾ പോലെ. ഞാൻ വിചാരിച്ച ഇതിൽ എന്തോ സാധനമായിട്ടാ വന്നത്. വെറും കടലാസ് മാത്രമേ ഉള്ളൂ. സല്ലു എന്തോ മേടിച്ച് റിട്ടേൺ അടിക്കാൻ പറ്റാണ്ട് ഇവിടെ തന്നെ എന്തോ സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊണ്ടുവന്നതാണ് റൂമൊക്കെ സെറ്റ് ചെയ്ത്. ഞാനും വിചാരിച്ചു അത് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തോ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നത്. ഇത് നമുക്ക് ഈ പെട്ടീന്റെ ടോപ്പ് ഇങ്ങനെയാക്കാം. ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഗൈസ് ഇത്. നമ്മൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ ഒരു ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ട്, ഗിഫ്റ്റ് ബോക്സ് പൊതിയുന്ന പോലത്തെ ബോക്സ് പൊതിയുന്ന പോലത്തെ പേപ്പർ ഉണ്ട്. അത് വെച്ചിട്ട് ഇത് പൊതിയാം. എന്നിട്ട് ഒരു ടേബിൾ പോലെ ഈ സൈഡില് ഈ ചെടീന്റെ തൊട്ട് ഇവിടെ ആയിട്ട് ഒരു ടേബിൾ നിൽക്കുന്ന പോലെ, ഒരു ബെഡ് സൈഡ് ടേബിൾ പോലെ നമുക്ക് വെക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റാൻഡ് ഗൈസ് കണ്ടോ. ഈ സ്റ്റാൻഡ് നമ്മളിത് ഈ സൈഡിൽ വെച്ചിട്ട് നമ്മുടെ ക്രാഫ്റ്റിന്റെ സാധനങ്ങളും എല്ലാം കൂടി നമുക്ക് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഒരു ബുക്ക്, 2 ബുക്ക്, 3ാമത്തെ കുഞ്ഞു ബുക്ക്. എന്റെ ബുക്ക് അതിൽ വന്നിട്ടില്ലേ ഗൈസ്, അതിന് അടുത്തുണ്ട്. ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ അത് സൈഡിൽ വെക്കാം. ഇവിടെ വെക്കാം. ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ചിലപ്പോ കാലങ്ങനെ തട്ടിയാലോ. ഓക്കേ, ഓടോ. അത് കറക്റ്റാ. ഈ ലാമ്പ് നമുക്ക് അടുത്ത് ഇവിടെ വെക്കാം ഗൈസ്. പിന്നെ നമ്മുടെ ഈ കുഞ്ഞി സീക്രട്ട് റൂമില് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ കളർ ചെയ്യാൻ വേണ്ടിട്ട് അത് ക്യാൻവാസ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് വരച്ചിട്ട് ഇത് നമ്മളായിട്ട് പെയിന്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം അല്ലേ? അങ്ങനെ ഗൈസ് നമ്മുടെ സീക്രട്ട് റൂം ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സല്ലൂന്റെ റൂമിന്റെ ഉള്ളിലൊരു സീക്രട്ട് റൂം. അതെ, അത് ഞങ്ങള് ഈ റൂമിന്റെ ഉള്ളിൽ വേറൊരു റൂം. അതെ ആ റൂമിന്റെ ഉള്ളിൽ പുറത്ത് നിന്നിട്ടാണ് ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ റൂം കാണിച്ചു. ആദ്യം നമുക്ക് സല്ലൂന്റെ റൂമിനുള്ളിലേക്ക് കയറാം. ആദ്യം കാക്കന്റെ റൂമാണ് ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സീക്രട്ട് റൂം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സീക്രട്ട് റൂമിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതെ, തുറക്കട്ടെ. 3, 2, 1 go. വിചാരിച്ചതിലും അതിമനോഹരമായ എസ്തെറ്റിക് ആയ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു സീക്രട്ട് റൂം ഗൈസ്. ഇവിടെ ഇങ്ങനെയാണ് കാണാനുള്ളത്. എന്ത് ഭംഗിയാണ്. ഇനി നമുക്കൊരു റൂം ടൂർ ആവാല്ലേ? ഈ ഒരു റൂമിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡാണ്. ബെഡിന് നല്ല റെയിൻബോ കളറിലുള്ള വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ മതിലിന്റെ മുകളിൽ നല്ല പിക്ചേഴ്സ് ഒക്കെ പിങ്ക് കളറിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളറിലുള്ള ലീവ്സ് തൂക്കിയിട്ടുണ്ട്. പിന്നെ റൈസ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കുള്ള കപ്പും സോസറൊക്കെ സെറ്റ്
സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള സെറാമിക് കപ്സ് ആണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് അടുക്കളയിലേക്ക് കിച്ചന്റെ ഒരു ഏരിയ പോലെയാണ്. ഇവിടെ നമുക്ക് സ്നാക്സ് വെക്കാനുള്ള സ്ഥലമാണ്. ഇത് നമുക്ക് കെറ്റിലൊക്കെ വെക്കാനുള്ള സ്നാക്സും കെറ്റിലും പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമാണ്. ഇത് ഞങ്ങൾക്ക് പെയിന്റ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു ക്യാൻവാസ് ആണ്. പിന്നെ ഇതിന്റെ അടിയിലായിട്ട് നമുക്ക് ഓരോന്നിനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡിന്റെ ഈ ഒരു സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിൾ ആയിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. അതിന്റെ മുകളിൽ ഞങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനുള്ള ബുക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ക്യൂട്ട് കുഞ്ഞി കാൻഡിൽ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ചെടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ശ്രീന്റെ എന്താ പറയാ ക്രാഫ്റ്റിന്റെ സാധനങ്ങളാണ്. ഇത് ഞങ്ങൾക്കും കൂടി എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ ഈ ഒരു സീക്രട്ട് റൂമിലുള്ളത്. ഗൈസ് നമ്മൾ ഈ സീക്രട്ട് റൂമിന്റെ ഉള്ളിൽ നിന്ന് സല്ലുവിന്റെ റൂമിലേക്കുള്ള വ്യൂ എന്താന്ന് കാണിച്ചത്. ഞങ്ങളെല്ലാം കാണുന്നു, സല്ലു എല്ലാം കാണുന്നു. ഫോണിൽ കളിച്ചിരിക്കാല്ലേ കാക്കത ഗൈസ് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ കാക്കനെ കാണാം. പിന്നെ അവിടെ വിചാരിച്ചാൽ എന്നെ കാണാം, പക്ഷെ ഈ വിചാരിച്ചാൽ ഞങ്ങളെ കാണാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബാൽക്കണി കാണാം. നല്ല വൈകുന്നേരം സന്ധ്യാ സമയമാണ് ഗൈസ്. ഇതിപ്പോ നല്ല അടിപൊളി. റൂം ഇഷ്ടമായ ഞങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോവില്ലടാ, നോക്കിക്കോ. ഇനി നമുക്ക് ഉമ്മന്റെ റിയാക്ഷൻ എടുത്താലോ? ഉമ്മക്ക് ഇഷ്ടം എങ്ങനെ കുഞ്ഞു സ്പേസിലൊക്കെ ഞങ്ങൾ ഉമ്മനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതേപോലെ അമ്മന്റെ സാരി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വീടിന്റെ റൂമിന്റെ ഉള്ളിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാകുമോ, എന്നിട്ട് ഉമ്മനെ വെയിറ്റ് ചെയ്തിരിക്കും. അതേപോലെ ഇപ്പൊ തോന്നുന്നത് ഉമ്മക്ക് ഞങ്ങളോട് എന്തോ ചെയ്യുന്നുണ്ട് പറയാം, പക്ഷെ എന്താണ് ചെയ്യുന്നത് റൂമിന്റെ ഉള്ളിൽ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഗൈസ്. ഉമ്മ പുറത്തിനോടത് ഇപ്പൊ കുറച്ചു നേരമായിട്ടുള്ളൂ വന്നിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറരുത് എന്ന് പറഞ്ഞാണ്. അതെ, അല്ലെങ്കിൽ ഞങ്ങൾ നോർമലി എന്താ ചെയ്യുന്നത് പറയലുണ്ട്, ഇന്ന് അതും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഞെട്ടു. പ്രതീക്ഷിച്ചില്ല മക്കളെ ചെറിയ പ്രായത്തിൽ കളിക്കുന്നത്. പണ്ട് ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന അല്ലേ അതേപോലെല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇവിടുത്തെ ഈ ലൈറ്റ് ഓഫ് ആക്കി കാണിച്ചാലേ നിങ്ങൾക്ക് എന്താ തോന്നുമ്പോ അത് കണ്ടിട്ട്? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാണെങ്കിൽ എനിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ? സാരി കൊണ്ട് ഇങ്ങനെ വീട് ഉണ്ടാക്കിയിട്ട്. അതിപ്പോ ഞാൻ എന്തിനാ പറയുന്നത്, ഷാമി അതോളിപ്പോ പറഞ്ഞത് ഒതൊക്കെ ഉണ്ടല്ലേ. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചായ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അവിടെ നിന്ന് ചായ ഉണ്ടാക്കി കുടിക്കാൻ. മെഴുകുതിരി ലൈറ്റ് കത്തുന്നു. ചെടി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ലേ. ഞങ്ങൾ നെയ്ബേഴ്സ് ആയതുകൊണ്ട് എടുത്തതാണ്. നമുക്ക് വേറൊരു കാര്യമുണ്ട്, സല്ലുവിനെ ഞങ്ങൾക്ക് ഇവിടെ നിരീക്ഷിക്കാം. ഞങ്ങള് കറക്റ്റ് മെല്ലെ തുറന്നിട്ട് വേണം നിരീക്ഷിച്ച് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോ ഇന്നത്തെ ശരിക്കും ഗൈസ് നല്ല ഭംഗിയുള്ളത് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാലാണ് കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഈ റൂം ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. ഓ എന്തൊരു ഭംഗിയാന്നറിയോ, നിങ്ങൾ ഇരിക്കുന്ന നല്ല രസമുണ്ട്. ബുക്ക് വായിക്കാൻ, ഒരു ലൈറ്റ് മ്യൂസിക്, അതിന്റെ ഇടയിൽ ഒരു സിപ്പ് ചെയ്യാൻ വേണ്ടി കോഫി. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട. നമുക്ക് ഇവിടെ ജീവിച്ചിട്ട് പോയാ മതി. ഒരു ദിവസം എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പോവാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ സീക്രട്ട് റൂം. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ റൂമിലൊക്കെ നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള റൂംസ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ വളരെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. അതെ, ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ നല്ല സന്തോഷം തരുന്ന ഒരു സംഭവമാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഈ സീക്രട്ട് റൂം ഉണ്ടാക്കാൻ മാത്രല്ല ഒരു ദിവസം മുഴുവൻ ഇതിന്റെ ഉള്ളിൽ ജീവിക്കാൻ കൂടി പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ വഴിയെ വരുന്നതായിരിക്കും. നമ്മൾ ഒരു ദിവസം ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ സീക്രട്ട് റൂം ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു